എൻ്റെ അഭിവന്ദ്യ ഗുരുനാഥൻ ശ്രീ നെടുമങ്ങാട് ശിവാനന്ദ സാറിന് എൻ്റെ നമസ്കാരം. നിങ്ങൾ ഓരോരുത്തർക്കും നമസ്കാരം. ഞാനിന്ന് അതിമനോഹരമായ ഒരു രാഗത്തിൽപ്പെട്ട അതിപ്രശസ്തമായ ഒരു ഗാനം നിങ്ങളെ വയലിനിൽ എങ്ങനെ വായിക്കാം എന്ന് പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതിമനോഹരമായ ദേശരാഗം. ദേശരാഗം എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുസ്ഥാനി രാഗമാണ്. ഈ ദേശരാഗത്തിൽ പരീക്ഷ എന്ന ചിത്രത്തിൽ ശ്രീ MS ബാബുരാജ് ചിട്ടപ്പെടുത്തിയ ഒരു അതിമനോഹര ഗാനമായ ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ ഒടുവിൽ നീക്കുമ്പോ ചൂടിക്കുവാ. ഈ ഗാനമാണ് ഞാനിന്ന് നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഈ ദേശരാഗത്തിൻ്റെ ആരോഹണം അവരോഹണം ഒന്ന് വായിക്കാം. സരിമ പനി ഞാൻ 2 ശ്രുതിക്കാണ് വയലിൻ ട്യൂൺ ചെയ്തിരിക്കുന്നത്. സരിമ പനി സാരി ധ പ മ ഗ രി സ ഷഡ്ജം ചതുശ്രുതി ഋഷഭം ശുദ്ധ മധ്യമം പഞ്ചമം കാകളി നിഷാദം. കാകളി നിഷാദം എന്നത് മേൽസ്ഥായി ഷഡ്ജത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്വരം ഉണ്ടോ. നീ ഷഡ്ജം, മേൽസ്ഥായി ഷഡ്ജം. ആരോഹണത്തിൽ 5 സ്വരങ്ങളും അവരോഹണത്തിൽ 7 സ്വരങ്ങളുമാണ് വരുന്നത്. ഔഡവ സമ്പൂർണ്ണ രാഗം എന്ന് പറയാം. 5 സ്വരം ആരോഹണം ഔഡവം, 7 സ്വരം അവരോഹണം സമ്പൂർണം. അപ്പോൾ ഔഡവ സമ്പൂർണ്ണ രാഗമാണ്. സാനി അവരോഹണം മേൽസ്ഥായി ഷഡ്ജം. നീ കൈശികി നിഷാദം. നീ എന്ന് പറയുന്നത് കൈശികി നിഷാദം എന്ന് പറയുന്നത് ചതുശ്രുതി ധൈവതത്തിനോട് ചേർന്ന് നിൽക്കുന്ന സ്വരമാണ് കൈശികി നിഷാദം. സാ നീ നിഷാദം എടുത്തു കഴിഞ്ഞാൽ ചതുശ്രുതി ധൈവതം കിട്ടും. ചതുശ്രുതി ധൈവതം. പഞ്ചമം ശുദ്ധ മധ്യമ അന്തര ഗാന്ധാരം ചതുശ്രുതി ഋഷഭം ഷഡ്ജം. ഇതാണ് ഇതിൻ്റെ ആരോഹണം അവരോഹണം. ഇനി നമുക്ക് പാട്ട് ആരംഭിക്കാം. ഒരു പുഷ്പം റിപ്പ പരി, അതാണ് ഒരു റിപ്പ പ
പരി പുഷ്പം. അതാണ് ഒരു പുഷ്പം. ഉണ്ടോ? ഒരു പുഷ്പം. ആ പായിന്റെ അവിടെ നിന്ന് രീതിയിലേക്ക് ഇങ്ങനെ വലിച്ചാൽ മതി. പരി മാത്രമൻ. മദ പദ മാ മദ പദ റീ. ഞാൻ സ്ലോയിൽ കാണിക്കാം. റീ പാ. ഈ പാമ എടുക്കുന്നത് നമ്മൾ ഈ വിരലുകൊണ്ട് എടുക്കുക. തേർഡ് ഫിംഗർ കൊണ്ട് കളയും. ദ പ ദ മാ. അതാണ് മദ പദ. അങ്ങനെ എടുക്കാനാണ് കൂടുതൽ എളുപ്പം. രണ്ട് സ്ട്രിങ്ങിലായിട്ട് വായിച്ചു കഴിഞ്ഞാൽ അത്ര ഭംഗി ഉണ്ടാവില്ല. എന്താ അതാണ് രണ്ട് സ്ട്രിങ് എടുക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. ഇവിടെ എടുക്കാണ് കുറച്ചുകൂടി ഒഴുക്ക് കിട്ടുക. മദ പദ ത്രമൻ മാമകരി. മകരി. രണ്ട് മാ വരുന്നതുകൊണ്ട് അടിച്ചു വായിക്കണം അവിടെ. ത്രമൻ മകരി ചേർത്ത് വായിക്കുമ്പോ മാത്രമൻ. ഒരു പുഷ്പം മാത്രമൻ. പരി പൂങ്കുലയിൽ. രി സ പൂങ്കുലയിൽ. രി സ പൂങ്കുലയിൽ. നിർത്താം ഞാൻ. സാ ഗരി ഗരി സാരി. ഗരി എന്നാണ് ഗായെന്നാണ് രീ പോകുന്നത്. നിർത്താം. സാ ഗരി ഗരി രീ. നമ്മൾ വായിക്കുന്ന ഗായന ഗരി ഗരി എന്നാണ് കേട്ടോ. ഞാൻ സനി ധനി ധനി. അത് വീട് നോട്ടാണ്. നമ്മൾ സ്ലോയിൽ വായിച്ചു പഠിക്കാം കേട്ടോ. സനി ധനി സനി ഉണ്ടോ? സനി ധനി ധനി അങ്ങനെ വായിക്കാം. നിർത്താം ഞാൻ ഒടുവിൽ എത്തുമ്പോ. നി സ രി ഗരി നി സ ഗരി. കണ്ടോ? ഗരി ഇവിടെ വായിക്കണം. ചോദിക്കാം. അതാണ് ഗരി നി സ ഗരി. ഒടുവിൽ നീ എത്തുമ്പോ. നിധ എത്തും. നീ വരുമ്പോ നിധ ഒരു വായിക്കാം. കേട്ടോ? പദ പദ പമാണ്. പദ പദ പമ ഒറ്റ പോയാണ്. എത്തുമ്പോ ചൂടിക്കുവാൻ. എത്തുമ്പോൾ ചൂടിക്കുക. മപ്പ വരുമ്പോ മപ്പ വരുമ്പോ നീ സാ കാകണീഷ. അതുകൊണ്ടാ എന്നത് ചേർത്ത് വായിക്കാം.
ആണ് ആദ്യത്തെ വരി. രണ്ടാമത്തെ വരി ഈ സെയിം സ്വരങ്ങൾ തന്നെയാണ്, പക്ഷെ സാഹിത്യം വ്യത്യാസമുണ്ട്. ഒരു ഗാനം റിപ്പപ്പാപ്പരി, ഒരു ഗാനം ആദ്യമായിട്ട് പറയാൻ മതി കേട്ടോ. മാത്രമൻ ഒന്നുകൂടി. റിപമത പദ, റിപമത പദ, ഇതാണ് സ്വരം. ത്രമൻ മമകരി, ഒരു ഗാനം റിപ്പപ്പാപ്പരി, മാത്രമൻ റിപമത പദ മകരി, ഹൃദയത്തിൽ റിഗ റിസ സ, റിഗ റിസ സ അതാണ്. ഹൃദയത്തിൽ റിഗ റിസ സ, ഹൃദയത്തിൽ അതാണ്. ഹൃദയത്തിൽ റിഗ റിസ സ, സൂക്ഷിക്കാം. നേരത്തെ വായിച്ച പോലെ സാഗരി സാരി ഉണ്ടോ, ഗരി 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 എന്ന് വായിക്കുമ്പോൾ സാരി. രിക്ക് ഗമകം കൊടുത്ത് വായിച്ചാൽ ഗരി ഗരി എന്ന് ആയിക്കോളും, കാരണം ഗായന്റെ അവിടെ നിന്നാണ് ഗരിയുടെ ഗമകം തുടങ്ങുന്നത്. ഗരി ഗരി എന്നാവും. അപ്പോൾ സാരി എന്ന് വായിച്ചാൽ മതി. തനി 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 സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോ എത്തുമ്പോ ഈ നിധ, നീ വരുമ്പോ നിധ വരുമ്പോ പദ 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 പമ ഒരു പോലെ. ചെവിയിൽ മൂള മപനി സ, രണ്ടാമത്തെ ഒരു വേർഷൻ ഉണ്ടായില്ലേ, ഒരു ഗാനം റിപ്പപ്പാപ്പ, ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ റിപ്പപ്പാപ്പ. അതാണ് പകരം. ഒരു ഗാനം മാത്രമൻ, ഒരു ഗാനം മാത്രമൻ. സ്വരം ഒരു ഗാനം റിപപ്പാപ്പ മാത്രമൻ, രീധ രീധ പധ പമ പസാ പധ, രീധ സ്ലോയിൽ വായിച്ച് പഠിക്കുക. ഇവിടെ തന്നെ വായിക്കാൻ പറ്റുള്ളൂ, രണ്ട് കമ്പിൽ വായിച്ചാൽ അത്ര ഭംഗിയുണ്ടാവില്ല. രീധ പധ പമ പസാ പധ, ഇതാണ് സ്വരം. ഇതാണ് സ്വരം. രണ്ട് കമ്പിയിലായിട്ട് വായിക്കണം. പക്ഷെ അങ്ങനെ വായിച്ച് ആ പാട്ടിൻ്റെ ഭംഗി മുഴുവൻ പോകും. അപ്പോൾ ഒരു കമ്പിയിലും തന്നെ വായിക്കാൻ ശ്രമിക്കുക. കേട്ടോ, രീധ പധ പ
മപ സാ പധ മകരി മാത്രമൻ അങ്ങനെ വായിക്കണം കേട്ടോ. മാത്രമൻ രീധ പദ പമ പദ പധ മകരി രീധ പദ പമ പദ പധ മകരി. ഹൃദയത്തിൽ രണ്ടാമത്തെ ആ വേരിയേഷനോട് കൂടിയുള്ളതാണ്. ആദ്യം വായിച്ച പോലെ തന്നെയാണ്. സാരി തനി 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 സ്ലോലി വായിച്ചു പഠിക്കാം. ഹൃദയത്തിൽ സൂക്ഷിക്കാം സൂക്ഷിക്കാം സാരി സാഗരി ഗരി തനി 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 ഒടുവിൽ നീ എത്തുമ്പോ ഒടുവിൽ നീ സാഗരി എത്തും നീത പദ പദ പമ മൂള മപനി സാ. ഇതാണ് ഇതിൻ്റെ പല്ലവി. ഇനി അനുപല്ലവി. ഒരു മുറി മാത്രം മപനി ഒരു മുറി മാത്രം മപനി ഒരു മുറി മാത്രം. നീ കാകളി നിഷാദമാണ് കേട്ടോ. ആരോഹണത്തിൽ അങ്ങനെയാണല്ലോ, കാകളി നിഷാദമാണ്. തുറക്കാതെ നിനിസാസ തുറക്കാതെ വയ്ക്കാം ഞാൻ സനി ഇതാണ് സ്വരം. വയ്ക്കാം സനി വരുമ്പോൾ നിസ വരുമ്പോൾ ഉണ്ടോ. രീ കുറച്ച് അകലെയാണ്, സായിൻ്റെ അവിടെ കുറച്ച് അകലെയാണ്. ചതുശ്രുതി ഋഷഭമാണ്. ചേർന്ന് വന്നു കഴിഞ്ഞാൽ ശുദ്ധ ഋഷഭമായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഉണ്ടോ. ദിസ എന്നുള്ളത് ഈ തേർഡ് ഫിംഗർ കൊണ്ട് വായിച്ചാൽ കുറച്ചുകൂടി ഒഴുക്ക് കിട്ടും ഉണ്ടോ. വയ്ക്കാം ഞാൻ നീതാപ്പാ നീതാപ്പാന്നാണ്. വയ്ക്കാം ഞാൻ തനിരീസ വയ്ക്കാം നീതാപ്പാ. ഒരു മുറി മാത്രം മപനിരീക്ഷ തുറക്കാതെ നിനിസാസ വയ്ക്കാം തനിരീസ നിരവ നിരവ. അതിഗൂഢ നീനി നീനി അതിഗൂഢ മന്നൂടെ നിനിധ പദനി സനിധ പാപ്പരി. അത് സ്പീഡ് നോട്ടാണ്.
നി നി ധ പ ധ നി സ നി ധ പ പ രി നി നി ധ സ്ലോവിൽ കാണിച്ചത് കൈശികിഷ്ടാതാണ്. ഇതാണ് നോട്ട്. പതുക്കെ വായിച്ച് പ്രാക്ടീസ് ചെയ്ത് സ്പീഡാക്കുക. പതുക്കെ പതുക്കെ സ്പീഡ് കൂട്ടി കൂട്ടി മാക്സിമത്തിലേക്കുക. നീ ധ പ ധ നി സ നി ധ പ പ രി നിധ പദ നിധ നിധ പ പ രി ആരാമത്തിൽ രേപമ ആ പാനിത രേപമ പാനിത ദാസനി അതാണ് ആ രാമ നിധ പദ നിധ പ നിധ പദ നിധ പ നിധ പദ നിധ പ സ്പീഡിനോട്ടാണ്. നിധ പദ നിധ പ ആരാമത്തിൽ ഒരു മുറി മാത്രം മപനി തുറക്കാതെ വയ്ക്കാൻ നിനി സാഗ സനിരിസ നിധപ അതിഗൂഢമൂടെ ആരാമത്തിൽ സ്വപ്നങ്ങൾ നേരത്തെ നമ്മൾ ഒരു പുഷ്പം എന്ന് വായിച്ച അതുപോലെ തന്നെ അല്ലോ. സ്വപ്നങ്ങൾ റിപ്പരി കണ്ടു നേരത്തെ വായിച്ച പോലെ റിപ്പമദ പദ മകരി റിപ്പമദ പദ മകരി നിനക്കുറങ്ങിടുവാൻ നിഗസദ സാരി സനി ധനി ധനി സാരി സനി ധനി ധനി പുഷ്പത്തിൻ തൽപ്പമുള്ളു നേതാരി തൽപ്പമുള്ളു നീത പുഷ്പത്തിൻ നേതാരി കണ്ടോ? ആ രി ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ. തൽപ്പ നീത ഒന്നു പാനിത പമ പാനിത പമ ഒന്നു ഞാൻ മപനി നിസ. ഇതാണ് ഇതിൻ്റെ അനുപല്ലവി. ഇനി ചരണം. ചരണം അല്പം വ്യത്യാസമുണ്ട്. നമ്മൾ ആദ്യം പാടിയത് അനുപല്ലവി വായിച്ചത് എങ്ങനെയാണ്? ഒരു മുറി മാത്രം അങ്ങനെയാണ്. ചരണം വരുന്നത് അങ്ങനെയല്ല. മലർമണം മാഞ്ഞല്ലോ, അങ്ങനെ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ശ്രീ ബാബുരാജ് ചെയ്തിരിക്കുന്നത്. മലർമണം
മലർമണം മരിമമ മാഞ്ഞല്ലോ പാപ്പ ഉണ്ടോ? ഇങ്ങനെ അടിച്ചു വായിക്കണം. മായിത മലർ മരി മമരി മമ മമരി മമ മലർ മണം മാഞ്ഞല്ലോ. ഉണ്ടോ? മമരി മമ പാപ്പ മറ്റുള്ള മാപ്പാപ്പമ മറ്റുള്ളോർ മാപ്പാപ്പമ പോയല്ലോ മധപദ മകരി ആണ്. പോയൽ മധപദ മകരി പോയല്ലോ മധപദ മകരി. ഉണ്ടോ? മധ പദ മകരി. മലർമണം മാഞ്ഞല്ലോ രീതി മമ പാപ്പ മറ്റുള്ളോ മാപ്പാപ്പമ പോയല്ലോ മദപദ മമരി മകരി. മമ സഖി മപനിനി മമ സഖി മമ സഖി മപനിനി നീ എന്ന് കേട്ടോ. മമ സഖി മപനിനി നീങ്ങു നീങ്ങു നീങ്ങു. സ്വരം സരി ധരി നിധരി നിധ പദ നിധ പമ. അതാണ് സ്വരം. ഉണ്ടോ? സരി ധരി നിധരി നിനിധ പദനിധ പമ. അതാണ് സ്വരം. സരി സരി നി സരി നിനിധ പദനിധ പമ. ഇത് സ്പീഡ് നോട്ടാണ്. അത് സ്പീഡിൽ വായിച്ച് പഠിക്കുക. സ്ലോയിൽ ആദ്യം ശ്രമിക്കുക, എന്നിട്ട് അത് സ്പീഡാക്കി എടുക്കുക. കേട്ടോ? സരി സരി നി സരി നിനിധ പദനിധ പമ. സരി സരി നിധരി നിനിധ പദനിധ പമ. അത് വായിക്കും. സരി സരി നിധരി നിനിധ പദനിധ പമ. സരി സരി നിധരി നിനിധ പദനിധ പമ. മമ സഖി നീന്നു മമ സഖി മപനിനി നീങ്ങു. സരി ധരി നി ധരി ധരി സരി ധരി നി ധരി ധരി. അതാണ്. നിനിധ പദനിധ പമ. അത് വേറെ പോയാണ് കേട്ടോ. ആദ്യത്തെ ബോ ഇതാണ്. സരി ധരി നി ധരി. അതാണ്. സരി ധരി നി ധരി നിനിധ പദനിധ പമ. നിനിധ പദനിധ പമ. വീട്ടിൽ വായിക്കാൻ. സരി ധരി നി ധരി നിനിധ പദനിധ പമ. മമ സഖി നീന്നു
പ ദ സ നി ഇതാണ്. രും നിത പദ നിത പ ഉണ്ടോ? നിത പദ നിത പ വന്നു ചേരും മനതാരിൽ. മനതാരിൽ മനതാരിൽ മാരിക്ക റിപ്പപ്പാപ്പരി മനതാരിൽ മാരിക്ക പദ മാ പദ റീപമ പദ എന്നാണ് എടുക്കുക. മാ റീപമ പദ എന്നാണ്. അത് നമ്മൾ പായിലേക്ക് എടുക്കുന്നത് ഈ വിരല് പായിൽ കൊണ്ടുവരിക. അല്ല പദ മാ റീപമ പദ മാരി മാരി റീപമ പദ മഗരി മഗരി റീപമ പദ മമഗരി മാമഗരി റീപമ പദ മാമഗരി അതാണ് റീപമ വരുമ്പോൾ പദ മാമഗരി മാരിക മൂടിക്കഴിഞ്ഞല്ലോ ശ്രീക ദിശ കഴിഞ്ഞല്ലോ സാരി തനി തനി മൂടി കഴിഞ്ഞല്ലോ മൂടി കഴിഞ്ഞല്ലോ ശ്രീക സാസ മൂടിക്ക ഴിഞ്ഞല്ലോ ശ്രീക സാസ സാരി തനി തനി മമ സഖി നിനി സരി നിനി സഗരി നീയെന്നു നീത പാനിതപമ 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 മമ സഖി നിനി സരി നീത നീയെന്നു പാനിതപമ വന്നു ചേരും മപനിസ. ഇത്രയാണ് ഇതിൻ്റെ സ്വരങ്ങൾ. ഇത് നിങ്ങൾ സാവധാനം വായിച്ച് പഠിക്കുക. അടുത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനവുമായി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഞാൻ ഇന്നലെ വേറൊരു വീഡിയോ ഈ ദേശരാഗത്തിലുള്ള വേറൊരു വീഡിയോ ഇട്ടിരുന്നു. വന്ദേമാതരം പഠിപ്പിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഇതിൽ മുൻപ് ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ അതും പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം. ലൈക്ക് ചെയ്യുമ്പോൾ തന്നെ ഹൈപ്പ് എന്നൊരു ബട്ടൺ പുതുതായിട്ട് വന്നിട്ടുണ്ട്. അതും പ്രസ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഇതുവരെ ക്ഷമയോടെ നിങ്ങൾ ഈ എൻ്റെ പാഠഭാഗം ശ്രദ്ധിച്ചതിന്, കണ്ടതിനും വളരെ നന്ദി. നമസ്കാരം.